ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ ഒരു കോർ ഉദ്ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം ഉണ്ടാകാൻ പാടില്ല എന്നും അതിന് കാരണമായിട്ടുള്ളത് ഇസ്ലാമിലെ അധ്യാപനങ്ങൾ ആ ജൂതവിരുദ്ധത തന്നെയാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. എക്സ് മുസ്ലിംസ് പോലും ഉണ്ട് എന്ന് വരുന്നിടത്ത് അവരുടെ ചില വാചക കസറത്തുകൾ നമുക്കൊന്ന് കേട്ടിട്ട് ഇത് അവസാനിപ്പിക്കാം. ആരാണ് സൈനികൻ, ആരാണ് തീവ്രവാദി എന്ന ഒരു ഡിസ്റ്റിങ്ഷൻ അത് നമുക്ക് നടത്തി അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏതിലാണ് നൈതികത ഉള്ളത് എന്ന് നമ്മൾ കണ്ടെത്തി അത് ഏതാണ് സ്വന്തം ജനതയെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്നത് എന്ന് ആലോചിച്ച് തന്നെയാണ് അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അടുത്താണെങ്കിലും അതിൻ്റെ ഒഫീഷ്യൽസിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഹമാസ് എന്ന് പറയുന്നത് അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് എന്ന് നമ്മൾ അതിനെ പ്രഖ്യാപിക്കാൻ വൈകുന്ന സമയത്തോളം വൈകും തോറും